ഞാൻ സലു. ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിനെ പറ്റിയാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കെയറും അതുപോലെ തന്നെ അത് നടുന്ന രീതിയും മഴക്കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. മാഡത്തിൻ്റെ 2-3 വീഡിയോസ് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കിഡിൻ്റെ കെയറും പ്രൊപ്പഗേഷനും അതുപോലെ ആന്തൂറിയത്തിൻ്റെ നടുന്ന രീതിയും ഒക്കെ. അപ്പം അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. മഴക്കാലത്ത് നമ്മൾ സംരക്ഷിക്കേണ്ട ആന്തൂറിയം, ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡ് ഇവയുടെയൊക്കെ പരിപാലന രീതികളാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ സന്തോഷം. ഇപ്പം ഇന്ന് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് എങ്ങനെയാണ് ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്നതെന്നും അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയും അതിൻ്റെ വളപ്രയോഗ രീതി, അതിൻ്റെ കെയറിങ്ങും ഒക്കെയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പൂന്തോട്ടത്തിൽ വളരെയധികം വെറൈറ്റി ഓരോ വീടുകളിലും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഒത്തിരി വെറൈറ്റികൾ ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടും അതുപോലെ എനിക്ക് ലഭ്യത ഇല്ലാത്തതുകൊണ്ടും എൻ്റെ കയ്യിൽ ആകെ 3 കളർ ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡേ ഉള്ളൂ. അതിനകത്ത് ഇപ്പോൾ പൂവായിട്ട് നിൽക്കുന്ന ഓർക്കിഡ് ഇതാണ്. അപ്പോൾ ഇവ നമ്മൾ ഉള്ള തൈ നമ്മൾ സംരക്ഷിക്കണം. നമുക്ക് മഴക്കാലത്ത് കെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പറ്റിയ ഒരു ചെറിയൊരു വിഷമമുള്ള കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഞാനിതുപോലെ പല വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ് ചട്ടികളിൽ വെച്ച് ഈ ചെടിത്തോട്ടമൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ നട്ടുപിടിപ്പിച്ചിരുന്നു. പക്ഷേ എൻ്റെ വിചാരം അത് അങ്ങനെ തന്നെ ഇരുന്ന് നല്ല ഉഷാറായിട്ട് പൂവുണ്ടാവുന്നുണ്ട്, ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോട്ടിൽ നിന്ന് മാറ്റാതിരുന്നത്. പക്ഷേ പൂക്കളൊക്കെ ഉണ്ടായി, 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ പൂവുണ്ടായി കഴിഞ്ഞു. പിന്നെ പൂവുണ്ടാവാതിരിക്കാമെന്ന് കണ്ടു ഒരു ഉഷാറിലാണ് നിൽക്കാണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്താ പറ്റിയെന്ന് അറിയാൻ. അപ്പോഴാണ് ഇതിൻ്റെ അടിയിൽ മൊത്തം നമുക്ക് ചീച്ചിൽ അതുപോലെ വന്നിരിക്കുന്നു. അതുപോലെ അതിൻ്റെ എല്ലാ റൂട്ടുകളും ഉണങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും അതങ്ങനെ കുറേ നാളിരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഈ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നല്ല ഭംഗിയാണ് പൂണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ അതിങ്ങനെ പറിച്ച് നമുക്ക് അതിൻ്റെ പല പോട്ടുകളിലായിട്ട് വെച്ചാൽ വീണ്ടും കുറേ ചെടികൾ നമുക്ക് കിട്ടും. അപ്പോൾ അതും ഇതുപോലെ തന്നെ വേരുകൾ കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ മുറിച്ച് കളഞ്ഞ് അതിൻ്റെ കേടായ ഇലകളും തണ്ടും എല്ലാം മുറിച്ച് കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആ റിപ്പോർട്ട് ചെയ്യുന്നതും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡിന് ചീച്ചിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ കുറച്ച് ചട്ടികൾ പുറത്ത് വെച്ചിരുന്നു. അപ്പോൾ മഴ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവയ്ക്ക് വലിയ കേടൊന്നും വരില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ അത് പുറത്ത് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോൾ ഇതുപോലെ കണ്ടാലറിയാം, ഈ ഇലകൾ കണ്ടോ, ഇതേപോലെ ഉണങ്ങി ചീഞ്ഞ് പോലെയായി ഇലകൾ. ഈ ഇലകൾ അതുപോലെ കണ്ടോ, ഈ ഇലകളും അതുപോലെ കുറച്ച് ചട്ടികൾക്ക് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവയെ നമ്മൾ മാറ്റി എത്രയും വേഗം വേറെ ചട്ടികളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ മഴക്കാലത്താണ് ഇവ പറിച്ച് നടാനും പറ്റിയ ഒരു സമയമെന്ന് അറിയാലോ. കാരണം വേനൽക്കാലത്താകുമ്പോൾ ഇവ പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കേട് വന്ന വേരുകളും അതുപോലെ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല രീതിയിൽ വേറെ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന വിധം ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് നടാനായിട്ട് നമുക്ക് വേണ്ടത് നല്ല ഇളക്കമുള്ള മണ്ണ്, തറഞ്ഞു കിടക്കുന്നതോ ചെളി കൂടുന്നതോ ആയിട്ടുള്ള മണ്ണ് എടുക്കാതിരിക്കുക. മണലിന് പകരം ഞാനിവിടെ എടുത്തിരിക്കുന്ന എംസാൻഡാണ്. കാരണം ആറ്റുമണൽ കിട്ടാനില്ല. ഇപ്പോൾ എല്ലാ കെട്ടിടപ്പണികൾക്കും നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ മണലിന് പകരമുള്ള പാറപ്പൊടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു കുറച്ച് 3-4 പ്രാവശ്യം കഴുകി കളഞ്ഞിട്ട് വേണം, ഇതിൻ്റെ കളഞ്ഞിട്ട് വേണം നമുക്ക് ചെടി നടുമ്പോൾ മണലായിട്ട് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി, ഇത് ഒത്തിരി പച്ച ചാണകം കൊണ്ടുവന്ന് നമ്മൾ നിരത്തിയിട്ട് ഉണക്കി പൊടിച്ച് പച്ചിലകളും കുറച്ച് വളമൊക്കെ ചേർത്ത് ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ചാണകമാണ്. ആ ചാണകം, ഇഷ്ടികയുടെ ചെറിയൊരു കഷ്ണം, കുറച്ച് കഷ്ണങ്ങൾ വേണം. അതുപോലെ കുറച്ച് കരി ഉണ്ടെങ്കിൽ കരി നല്ലതാണ്. അതുപോലെ മണ്ണിലെ കീടാണുക്കളെയും മറ്റ് രോഗമൊക്കെ പെട്ടെന്ന് വരാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത്, എല്ലുപൊടി,
എല്ലുപൊടി ഏറ്റവും നല്ല ഒരു വളമാണ്. അതുപോലെ ഇവർക്ക് പെട്ടെന്ന് വരുന്നത് ഒരു കുമിൾനാശിനി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇവർക്ക് ചീച്ചിലും മറ്റും ഇങ്ങനെ പെട്ടെന്ന് കെട്ടുപോകുന്ന ഒരു അസുഖം, ഒരു രോഗം ഈ ചെടികൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒന്നുകിൽ നീറ്റുകക്ക ഉപയോഗിക്കാം, കുമ്മായം എന്ന് പറയും, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മണ്ണിലുള്ള കുമിൾനാശിനി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഫെർട്ടിലൈസർ കടയിൽ നിന്ന് കിട്ടുന്ന വളമുണ്ട്, അത് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് നടാനായിട്ടുള്ള ചെടി. അപ്പോൾ ഞാനിത് ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, ചെടികൾ നടുമ്പോൾ എപ്പോഴും മണ്ണും മണലും മിക്സ് ചെയ്ത് നടണമെന്നാണ്. നമ്മുടെ എല്ലാ ചെടികളും നടുമ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്തു പോരുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്കുള്ള മണ്ണും മണലും ഒന്ന് മിക്സ് ചെയ്യാണ്. ആദ്യം മണ്ണും മണലും ആയിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി, ഞാൻ അതിനകത്തേക്ക് മണ്ണിൽ ഇത് കളയാൻ വേണ്ടിയിട്ട് ചെറിയ ചെതലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് കേട്ടോ ഇത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ കുമ്മായം ഉണ്ടെങ്കിൽ കുമ്മായം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച്, നമുക്കറിയാം ഒരു ചട്ടിയിലേക്ക് എത്ര വേണമെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാനിപ്പോൾ 2 നുള്ളാണ് എടുത്തിരിക്കുന്നത്, നല്ല 2 പിടി അതിട്ടുണ്ട്. അതുപോലെ എല്ലുപൊടി, ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ നമുക്ക് കുറച്ച് മണ്ണ് വേണമെങ്കിൽ ഇതൊന്നും ചേർക്കാതെ കുറച്ച് മണ്ണ് വെക്കുന്നത് നല്ലതാണ്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ആവശ്യത്തിനായത് വേനൽക്കാലത്ത് നമ്മൾ നടാനെങ്ങാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് അപ്പോൾ നടുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഇത്രയും മിശ്രിതം മതി. അതായത് മണ്ണ്, ചാണകം, മണൽ, വേപ്പിൻ പിണ്ണാക്ക്, കുമിൾനാശിനിക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലും, നമുക്ക് കുമ്മായപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത്, എല്ലുപൊടി, ഇതെല്ലാം കൂടി ചേർത്ത മിശ്രിതമാണിത്. ഇനി ഇത് ഞാൻ പോട്ടിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വളങ്ങളൊന്നും ചേർക്കാത്ത കുറച്ച് മണ്ണുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചട്ടിയിലേക്ക് നമ്മൾ നടുന്നതിന് മുമ്പ് കുറച്ച് ഓട് കഷ്ണം വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലത്തൊക്കെ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്ട് നുറുക്കുകൾ ഇങ്ങനെ ഇടാം. അതിലേക്ക് നമ്മൾ വളമൊന്നും ചേർക്കാത്ത കുറച്ച് മണ്ണ് ഇടാം. ആദ്യം സാധാരണ നമ്മൾ വളമൊന്നും ചേർത്തിട്ടില്ല, സാധാരണ മണ്ണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഒരു ചട്ടിയുടെ 1/4 ഭാഗം അതിടാം. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ഇഷ്ടികയുടെ കഷ്ണം ഉണ്ടെങ്കിൽ ഇടാം. ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ വേരോട്ടം കിട്ടാനാണ്, തറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഈ മഴക്കാലത്ത് ഇവയ്ക്ക് വെള്ളം പെട്ടെന്ന് പോകാനും നല്ല ഒരു ഇതാണ് ഇത്. അപ്പോൾ ഈ ഇഷ്ടിക കഷ്ണം വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ എൻ്റെ രീതി കേട്ടോ കുറച്ച് നമ്മുടെ കരിക്കട്ടയും കൂടി ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം. മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുമിൾനാശിനിയായിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് കൂടി. അത് പിന്നെ ഇപ്പം നടാൻ നേരത്ത് നിങ്ങളുടെ കയ്യിൽ കുമിൾനാശിനി ഇല്ലാന്നെങ്കിൽ കൂടി അത് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുത്താലും മതി. അത് നമ്മുടെ പോട്ടി മിശ്രിതം ഓക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ചെടി നമ്മൾ വെക്കുകയാണ്. അധികം താഴ്ത്തി കുഴിച്ചിടണ്ട. കാരണം ഈ ഗ്രൗണ്ട് ഓർക്കിഡും പിന്നെ ഓർക്കിഡൊക്കെ എന്നറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, വേര് മുകളിലേക്ക് നിന്നാലാണ് അവയിൽ കൂടുതൽ നല്ല പൂക്കളുണ്ടാവുക, പുഷ്ടിയോടുകൂടി ചെടി വളരാം. അവിടെ വേരിന് എപ്പോഴും വേരോട്ടം കിട്ടണം. അത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ചെടിയുടെ വേരുകളൊക്കെ മുകളിലേക്ക് വന്നു കൊടുക്കും. അപ്പോൾ അവർക്ക് നല്ലൊരു പാസിങ്ങും നമുക്ക് എയർ പാസിങ്ങും കൂടി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അധികം താഴ്ത്തേക്ക് കുഴിച്ചിടണ്ട, ഇത്രയും നമുക്ക് മതിയാവും.
ഇത് ഒന്ന് വേര് പിടിച്ചു വരണവരെ നമ്മളൊന്ന് തണലത്തോ മഴ നനയാതെ ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ മഴയത്തും വെയിലത്തും ഏത് സീസണിലും നിന്നാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കുറച്ച് തിക്കാവുമ്പോൾ നമ്മൾ അതിൻ്റെ ഇല മാറ്റി വേറെ പോട്ടിലേക്ക് വെക്കുന്നതായിരിക്കും ഈ ചെടി സംരക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യം. ഇനി ഇതിനകത്ത് വീണ്ടും ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്, വളം എന്ന് പറയുന്നത് ഗ്രീൻ കെയറോ അല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് ചീച്ചേൻ്റെ തെളിയോ കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഓർക്കിഡിന് കൊടുക്കുന്ന അതേ വളം തന്നെ ഇവയ്ക്ക് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് അടിവെള്ളം ഒന്നും കാര്യമായിട്ട് കൊടുക്കണ്ട. കാരണം ചാണകപ്പൊടിയും അത്യാവശ്യം എല്ലുപൊടി പിണ്ണാക്ക് എല്ലാം നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. ഇത് നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടായിക്കോളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ എനിക്ക് അറിയാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. താങ്ക് യു.